ഇന്തോനേഷ്യയിൽ അല്ലല്ലോ. എടാ ഇത് സായിപ്പിന് ചലഞ്ച് കൊടുത്ത ആ ബ്രോ ആണോ? ആണെന്ന് തോന്നുന്നു. അതെ ആണെന്ന് തോന്നുന്നു. സായിപ്പിന് ചലഞ്ച് കൊടുത്ത പുള്ളിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഇപ്പൊ ഇന്തോനേഷ്യ കറൻസിക്ക് വന്നോളൂ കേട്ടാ നമുക്ക്. അയ്യോ അതെനിക്ക് അറിഞ്ഞോടാ. ഇന്തോനേഷ്യയിൽ എന്താണ് ബ്രോ കറൻസി? എന്താണ് റിംഗറ്റ് ആണോ? അല്ലല്ല, റിംഗറ്റ് എവിടെയാ ഉള്ളത്? സിംഗപ്പൂർ അല്ല, സിംഗപ്പൂർ ഡോളറാ. ഇന്തോനേഷ്യയിൽ റിംഗറ്റ് ആണോ? റിംഗറ്റ് എന്നാണോ പറയണ? അതിന് കറൻസിക്ക് എന്തോ പറയും. ഇന്തോനേഷ്യ ആണ് അതാ ഇന്തോനേഷ്യ തന്നെയാണല്ലേ? ഓക്കെ അവിടുത്തെ. ഓക്കെ സായിപ്പിന് ഈ പുള്ളിയാണ് സായിപ്പിന് ചലഞ്ച് കൊടുത്തിരിക്കുന്നത്. 6 ലക്ഷം രൂപയുടെ ചലഞ്ച്. ബ്രോ താങ്ക് യു സോ മച്ച്. 6 ലക്ഷം രൂപയുടെ ചലഞ്ചാണ് സായിപ്പിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞ തിങ്ക് വെട്ടിക്കൽ ബ്രോ അവൻ റിയലി ഡിസേർവ്ഡ് ആണ്. സപ്പോർട്ട് ചെയ്യണം അവനെ. ഒത്തിരി സ്ട്രഗിൾസിലാണ് അവൻ. എനിക്ക് പേഴ്സണലി അവനെ അറിയാവുന്നതുകൊണ്ട് പറയാണ്. ലൈക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച്. ആ ചലഞ്ച് അവന് കൊടുത്തതിനും ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ അവന് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ചലഞ്ച് കേസ് നമ്മുടെ ഓഡിയൻസിൽ അറിയാത്തവരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയുടെ ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അതായത് 50 ഡിന്നർ ചലഞ്ച്, 50 ഡിന്നർ കണ്ടിന്യൂസ് അടിക്കണം. അതുപോലെ 20 KD മുകളിലുണ്ടാവണം. അതാണ് ഡീല്. ബ്രോ ഒരു പാട്ട് പാടിയാലോ? ട്രൈ വിത്ത് യുവർ വോയിസ്. ഇതിന്റെ ഡ്യൂറേഷൻ കണ്ടാ അറിയാം ഊമ്പിക്കാനാണ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് റീൽസിൽ വർക്കൗട്ട് ആവും, പക്ഷെ ഇവിടെ വർക്കൗട്ട് ആവില്ല. കാരണം ഞാൻ ഇത് പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ഡ്യൂറേഷൻ കാണിക്കും. 7 സെക്കൻഡിൽ എന്തായാലും ഈ പാട്ടിന്റെ ബാക്കി പാടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ സായിപ്പിന്റെ ആണെന്ന് വിചാരിച്ചു. ഞാൻ വേറെന്തോ വരുവാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടാ. അതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പക്ഷെ തൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി ഒന്ന് വന്നായിരുന്നു. അത് എന്റെ അടുത്ത് വർക്കൗട്ട് ആവാൻ വിചാരിച്ചു കേട്ടാ. പക്ഷെ ഡ്യൂറേഷൻ കാണിക്കും ബ്രോ. റീൽസിലായിരുന്നു ഇത് ഏറ്റേനെ. ഈ ന്യൂ ഇയറിൽ ജനിച്ച കുട്ടികൾ, അതായത് 2025 ജനുവരി 1 മുതൽ ജനിച്ച കുട്ടികൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ജനറേഷൻ ബീറ്റ എന്നായിരിക്കും. ഇവരിൽ കൂടുതൽ യങ്ങർ മില്ലേഴ്സിന്റെയും എന്റെ പയ്യൻ ജനറേഷൻ ബീറ്റ ആണ്, മനസ്സിലായ? ഓൾഡർ ജെൻസേഴ്സിന്റെയും മക്കളായിരിക്കും. അതായത് ജനറേഷൻ ബീറ്റയിൽ പെടുന്ന 2025 മുതൽ 2039 വരെ ജനിക്കുന്ന ഇവരിൽ കൂടുതലും 22ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അതായത് 2100 വരെ. ജനറേഷൻ ബീറ്റയുടെ ലൈഫിന്റെ എക്സ്പെക്ടേഷൻസും അതിനെക്കുറിച്ച് വരുന്ന പ്രൊഡിക്ഷൻസും ഒക്കെ വളരെ രസകരമാണ്. നമ്മുടെ പയ്യന് ബീറ്റ എന്ന് പേരിട്ടല്ലോ. ഇവരുടേത് ക്യാൻസറിനെ വാക്സിൻ ഉപയോഗിച്ച് ഭേദമാക്കുന്ന ലോകമായിരിക്കും. ശരീര അവയവങ്ങള് 3D പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ലോകമായിരിക്കും അത് ചിലപ്പോൾ. ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണം അവരുടെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള DNA ബേസ് ചെയ്തായിരിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും കൂട്ടിയിട്ടുള്ള വിർച്വൽ റിയാലിറ്റി ഒരു ഗെയിമിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്ലാസ് റൂമായും പ്ലേ ഗ്രൗണ്ടായും വർക്ക് പ്ലേസ് ആയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ലോകം. AI എന്തായാലും ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ഗവൺമെന്റുകൾ ക്യാഷ് പ്രിന്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ജനറേഷൻ ബീറ്റ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പ്രധാനമായും ജൻബീറ്റ വ്യക്തികൾ ചെയ്യാൻ പോകുന്ന ജോലികൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ജോലികളായിരിക്കും. ലോക രാജ്യങ്ങളിലെ വ്യക്തികൾ തമ്മിൽ ഭാഷയുടെ അതിർവരമ്പുകൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഒരൊറ്റ ക്ലിക്കിൽ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കും. പറഞ്ഞു വരുന്നത് ജനറേഷൻ ബീറ്റ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സാധ്യതകളുടെ ജനറേഷനാണ്. വെൽക്കം ടു ദ വേൾഡ് ജൻബീറ്റ. ജൻബീറ്റയുടെ കാലത്തെ പറ്റിയുള്ള, നമ്മളുടെ ഫ്യൂച്ചർ കാലത്തെ പറ്റിയുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ. എടാ അവരെ എങ്ങനെയായിരിക്കും, ആ ജനറേഷൻ എങ്ങനെയായിരിക്കും അല്ലേ അവര് ജീവിക്കാൻ പോണേ? എന്റെ പൊന്നോ, സത്യമാണ്. ആൺചർക്കാണോ? അയ്യോ എടാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവളോട് ചോദിച്ചതാണ്. ഞാൻ ദുബായിൽ നിന്ന സമയത്ത് ഞാൻ ചോദിച്ചതാണ്, നിനക്ക് കുഞ്ഞിന്റെ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാന്ന്. അവള് പറഞ്ഞത് അത് വേണ്ടാന്ന് പറഞ്ഞു. ജനിക്കുമ്പോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ആണാണോ പെണ്ണാണോ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ചെറുക്കനായി പോണതാണ്. എനിക്ക് അറിഞ്ഞൂടാ അത് ആണാണോ പെണ്ണാണോ എന്ന്. ഇല്ല ഞങ്ങൾ ഇതുവരെ അത്. എനിക്ക് ആദ്യത്തെ ആൺകുട്ടി, രണ്ടാമത്തെ പെൺകുച്ചും വേണമെന്നാണ് ആഗ്രഹം. ഒരു നിനക്ക് അങ്ങനെ പെണ്ണ് കിട്ടുന്നില്ലല്ലോ അളിയാ, പിന്നെയല്ലേ കൊച്ചിന്റെ കാര്യം. അണ്ണുവിനെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് കൊണ്ടുവരാമോ? മുഹമ്മദ് യസീം ബ്രോ, പുള്ളി വരും. ലാസ്റ്റ് വീഡിയോ നീ പറഞ്ഞതുപോലെ തന്നെ ആയെന്ന്. അഫ്സോൾ ബ്രോ താങ്ക്. അത് തന്നെ, സത്യം. പിള്ളേര് ഗഞ്ചാവായിരിക്കും. നല്ലതൊന്നും പറയരുതടാ, നല്ലതൊന്നും പറയരുത്. 2030 ഫോണിലൂടെ സിഗരറ്റ് വലിക്കാൻ കഴിയുമോ? എന്തൊക്കെയാടാ വേറെ മനുഷ്യന് ഉപകാരപ്രദമുള്ള എന്തെങ്കിലും വരുമോ നീ നോക്ക്.
என்ன ரகு வாக்கிங் I want a city like this. என்ன ரகு என்ன രഘു 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 രഘു. என்ன ரகு வாக்கிங் போறீங்களா இல்ல ஸ்விம்மிங் போறேன். போங்க போங்க என்ன ரகு ரொம்ப நேரமா பேசிட்டு இருக்கீங்க ஃப்ரெண்டா இல்ல நான் கொலை பண்ண வந்திருக்காரு, ரேட் பேசிக்கிட்டு இருக்கோம். என்ன ரகு சட்டை இல்லாம போறீங்க சண்டை இல்லாம நடந்தா சந்தோஷம் போகும் ஜோசியர் சொன்னார். அப்படியா இருக்கட்டும் என்ன ரகு வேட்டியை தூக்கிட்டு வர்றீங்க வேட்டியை தூக்கிட்டு ஓட வெயிட் பண்ணுங்க டாக்டர் சொன்னாரு. அப்படியா ஓடுங்க ഓടുക സത്യല്ലേ എല്ലാരും ചിരിച്ചു കളിച്ച് പ്ലസ് ഉണ്ട്, കൊല്ലാൻ വരുന്നവനും ചാവാൻ പോകുന്നവനും എല്ലാരും സന്തോഷം, ഹാപ്പി, അത്രേ ഉള്ളൂ. അമ്മോ കൊള്ളാൻ വേണം, സപ്പോർട്ട് ചെയ്യാവോ? ഐ ഡി സെലസ്റ്റിലാണ്. ചെവിലും കുമ്പിലും കേട്ടെന്നും മറിഞ്ഞു കുമ്പിലും വായക്ക് കുത്തിട്ട് കരിഞ്ഞു വന്നൊന്നും കണ്ടൊന്നും അടിച്ച് കലഞ്ഞ് എന്താണ് കഥറ ചൊന്നോട് പറഞ്ഞ് അച്ചാറും മിച്ചറും അടിച്ച് കഴിഞ്ഞ് സക്കീറ് സങ്കടം പറഞ്ഞ് കഴിഞ്ഞ് മൂന്നെണ്ണം ചെന്നപ്പോ പല്ലക്ക് പയിച്ച് എന്തിനാ പൊന്നാര ചറുന്ന് തൊയിച്ച് കൊടുത്ത് നൈസറാ, കൊള്ളാം കൊള്ളാം കൊള്ളാം, നൈസ് നൈസ് നൈസ്. എന്റെ പൊന്നോ, ഇവന്റെ എയിം ഭയങ്കര സീനാടാ ഇവനെ. ഇവൻ വിഷുവാണ് ഇവൻ. എടാ, ഇത് ആരാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത് ഇത് നിന്റെ അപ്പൻ. എടാ, നീ വാലറിന്റെ ഒക്കെ ഗ്രൈൻഡ് ചെയ്യണവനല്ലേ? നീ ഇന്റർനാഷണൽസ് ഒന്നും കാണാറില്ല, VCT ഒന്നും കാണാറില്ല? സൂപ്പർ. ഹാക്കർ ഹാക്കർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂഞ്ചി ഇരുന്നോണം, കുണ്ണക്കളയും വെച്ച്. Bring me back my fucking map, buddy. ജീസസേ, ഈ വർഷമെങ്കിലും നല്ലൊരു വർഷമായിരിക്കണം എനിക്ക് കേട്ടാ. നിങ്ങൾ ചാറ്റിലൊക്കെ വരാറുണ്ടെന്ന് എനിക്കറിയാം, കഴിഞ്ഞ വർഷം നിങ്ങൾ വന്നതെന്ന് അറിയാം. പക്ഷെ ഈ വർഷം എനിക്ക് കുറച്ച് കൂടുതൽ ബ്ലെസ്സിങ്സ് തരണം കേട്ടാ. നല്ലൊരു വർഷം എനിക്ക് മാത്രമല്ല, ലൈവ് കാണുന്ന എല്ലാവർക്കും നല്ല ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കണം കേട്ടാ. കേട്ടാ, എല്ലാവർക്കും വെൽക്കം. ജീസസിന് വെൽക്കം. മ്യൂസിക് വേണം, കമ്പോസറെ വേണം, ഹെൽപ്പ് ചെയ്യോ ID. ഗൈസ്, ഇവിടെ നമ്മുടെ ചാറ്റ് കാണുന്ന മ്യൂസിക് കമ്പോസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അശ്വിൻ കെ കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണാമോ? ഇട്ടിട്ടുണ്ട് DCയിൽ. അബ്സോൾ ബ്രോ, ഞാൻ കാണാം ഞാൻ നോക്കാം. 6 ലക്ഷം IDR is equal to 3178 rupees. അയ്യോ, 6 ലക്ഷം IDR അല്ല മുഹമ്മദ് ജാസിം ബ്രോ, അവന് കൊടുത്തിരിക്കുന്നത് 6 ലക്ഷം ഇന്ത്യൻ റുപ്പിയുടെ ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ 6 ലക്ഷം IDR അല്ല കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ മുഹമ്മദ് ജാസിം ബ്രോ 6 ലക്ഷം രൂപയുടെ ഇന്ത്യൻ റുപ്പി വേർത്തായിട്ടുള്ള ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളി ഓൾറെഡി പറഞ്ഞായിരുന്നു. ബഹുവർണ്ണ ലൈറ്റ് നെയിം ബോർഡുകളും ഇതെന്താ? ബഹുവർണ്ണ ലൈറ്റ് നെയിം ബോർഡുകളും അനധികൃത ലൈറ്റുകളും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാധനം കൊള്ളാം. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് എടാ, ഒന്നുമല്ല, കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഓഡീഷൻ From this, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് അവിടെ പോർട്രേ ചെയ്യാം? എന്റെ ഹെഡ്സെറ്റിന്റെ ഒരു സൈഡ് പോകാണോ? നിങ്ങൾക്കും അങ്ങനെയാണോ? അങ്ങനെ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അതെന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ്, അല്ലെങ്കിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യാം. 2 minutes to think, maximum 5 minutes. എന്റെ പൊന്നോ, അത് കണ്ടത്. ഇതില് ഈ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വന്നപ്പോ മുതൽ എന്നെ എല്ലാവന്മാരുടെ കൂട്ടം കൂടിയിട്ട് ഇതാക്കാൻ തുടങ്ങിയതാ, ഇനി ഇവിടെ ഞാൻ മതിയെന്ന്. അത് ശരിക്കും ഒരു സിനിമ ഡയലോഗ് മാത്രമല്ല, അതൊരു സിനിമയിലെ ക്യാരക്ടർ ഡയലോഗ് മാത്രമല്ല. അത് സത്യം പറയാലോ, അതൊരു ക്യാരക്ടർ ഡയലോഗ് മാത്രമല്ല, എൻ്റെ ഇൻഡസ്ട്രിക്കുള്ളൊരു, നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു മറുപടി ആയിട്ട് തന്നെയാണ് ആ ഡയലോഗ് അതിൽ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞത് അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അത്. വിഷയം